നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി. തെയ്യവും കാവടിയാട്ടവും വർണ്ണാഭമായി. ഇരിങ്ങാലക്കുട കല്ലേറ്റുംകരയിലെ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം. പള്ളിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ച മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആളൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മദ്യലഹരിയിൽ പൊന്നൂക്കരയിൽ 54-കാരനെ ഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്തിയ പ്രതി അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ 38 വയസ്സുള്ള വിഷ്ണുവാണ് അറസ്റ്റിലായത്. പൊന്നൂക്കര സ്വദേശി ചിറ്റേത്തുപറമ്പിൽ 54 വയസ്സുള്ള സുധീഷാണ് കൊല്ലപ്പെട്ടത്. വാർത്തകൾ വിശദമായി. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി. തെയ്യവും കാവടിയാട്ടവും വർണ്ണാഭമായി. ശിവരാത്രിയോടനുബന്ധിച്ച് പള്ളി ഉണർത്തൽ, വിവിധ അഭിഷേകങ്ങൾ, ഉഷപൂജ, മറ്റു വഴിപാടുകൾ എന്നിവ നടന്നു. തെയ്യം, കാവടിയാട്ടം, ദീപാരാധന, ശയനപ്രദക്ഷിണം, രാത്രി 9 മണിയോടെ വിവിധ പൂര കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂരങ്ങളും, നവകം, ശ്രീഭൂതബലി എന്നിവയും നടന്നു. വ്യാഴാഴ്ച 12 മുതൽ വിവിധ സംഘങ്ങളുടെ കാവടിയാട്ടത്തിന് ശേഷം ശിവരാത്രി മഹോത്സവം സമാപിക്കും. ഇരിങ്ങാലക്കുട കല്ലേറ്റുംകരയിലെ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് സൂചന. പള്ളിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആളൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് മോഷ്ടാവ് ദേവാലയത്തിലെത്തി മോഷണം നടത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പള്ളിയിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മുഖം മറച്ച് ഫുൾ കൈ ഷർട്ടുമിട്ട് കയ്യിലൊരു സഞ്ചിയുമായാണ് മോഷ്ടാവ് പള്ളിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ CCTVയിൽ നിന്നും ലഭിച്ചത്. ആളൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി മണം പിടിച്ച് ഓടിയെങ്കിലും അല്പദൂരം കഴിഞ്ഞപ്പോൾ നിൽക്കുകയായിരുന്നു. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് സൂചന. ദേവാലയത്തിലെ പെരുന്നാൾ കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് നടന്നത്. മദ്യലഹരിയിൽ പൊന്നൂക്കരയിൽ 54-കാരനെ ഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്തിയ പ്രതി അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ 38 വയസ്സുള്ള വിഷ്ണുവാണ് അറസ്റ്റിലായത്. പൊന്നൂക്കര സ്വദേശി ചിറ്റേത്തുപറമ്പിൽ 54 വയസ്സുള്ള സുധീഷാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെ തൃശൂർ പൊന്നൂക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. കൊല്ലപ്പെട്ട സുധീഷും പ്രതി വിഷ്ണുവും സുഹൃത്തുക്കളാണ്. ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ വിഷ്ണുവിന്റെ സഹോദരിയെക്കുറിച്ച് സുധീഷ് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വന്നതോടെയാണ് വിഷ്ണു സുധീഷിനെ ക്രൂരമായി മർദ്ദിച്ചത്. തലച്ചുവരിലിടിക്കുകയും ചവിട്ടുകയും ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിൽ വരഞ്ഞു മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഗുരുതര പരിക്കുകളോടെ സുധീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ബുധനാഴ്ച രാവിലെ മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് പ്രതി വിഷ്ണുവിനെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷ്ണുവിനെതിരെ വേറെയും കേസുകൾ നിലവിലുള്ളതായി പോലീസ് അറിയിച്ചു. മരിച്ച സുധീഷ് എറണാകുളത്തെ ഇന്ത്യൻ കോഫി ഹൌസിലെ ജീവനക്കാരനാണ്.
ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദാഹജല വിതരണം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, മുതിർന്ന പ്രവർത്തകനും ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായ രാജൻ നടുവിലിനെ നാരങ്ങാവെള്ളം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. വട്ടമാവ് സെന്ററിൽ നടന്ന ദാഹജല വിതരണത്തിന് പ്രിയൻ പെരിഞ്ചേരി നേതൃത്വം നൽകി. ഭാരവാഹികളായ VR ജിനീഷ്, PD ഡിവിൻ, KP സൂരജ്, ആഷിഖ് ബാബു, ലോമി ലോന, MV നാരായണൻ, KR ശ്രീനിവാസൻ, ജോൺസൺ മുത്തുപീടിക, MJ റോയ്, സിജോ ജോസ്, AG ദിലീപ്, മിഥുൻ രാസ്, MB ശ്രീജിത്ത്, ജോയ് പയ്യപ്പള്ളി എന്നിവർ പങ്കെടുത്തു. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിന് മുന്നോടിയായി ചൊവ്വാഴ്ച ആചരണം ആരംഭിച്ചു. വൈകിട്ട് നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് പഴുവിൽ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികത്വം വഹിച്ചു. ഇനി വരുന്ന 8 ചൊവ്വാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക് തീർത്ഥകേന്ദ്രത്തിൽ ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന എന്നീ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. മെയ് 2, 3, 4 ദിവസങ്ങളിലായാണ് ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ ആൻഡോ മേക്കാട്ടുകുളം, ഡിനോ ദേവസി, ടിൻഡോ ജോസ്, അനിൽ ആന്റണി, തിരുനാൾ ജനറൽ കൺവീനർ ആന്റൺ വർഗീസ്, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആളൂരിൽ MDMAയുമായി 3 യുവാക്കൾ പിടിയിൽ. കടുപ്പശ്ശേരി സ്വദേശി 21 വയസ്സുള്ള ക്രിസ്റ്റോ, അവിട്ടത്തൂർ സ്വദേശികളായ 19 വയസ്സുള്ള ജസ്വിൻ, ഓസ്റ്റിൻ എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS എന്നിവരുടെ നിർദ്ദേശപ്രകാരം നടന്നുവരുന്ന പ്രത്യേക പരിശോധനകളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. അറസ്റ്റിലായ ക്രിസ്റ്റോ ആളൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലും ഒരു വധശ്രമ കേസിലും പ്രതിയാണ്. ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാനായി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPSന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിങ്ങിന്റെ ഭാഗമായി ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് MDMAയുമായി യുവാക്കളെ പിടികൂടിയത്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KM ബിനീഷ്, സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ TR ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ, സുനീഷ് കുമാർ, നിഖിൽ, ഹോംഗാർഡ് ഏലിയാസ് എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. തലൂർ ബൈപ്പാസിൽ ദേശീയപാതയുടെ ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാറിടിച്ചു മരിച്ചു. മാരോട്ടിച്ചാൽ സ്വദേശി 78 വയസ്സുള്ള ജോസഫാണ് മരിച്ചത്. അപകടത്തിൽ തെറിച്ചു വീണ ജോസഫിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ബുധനാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു അപകടം. മകൻ സുമേഷിനോടൊപ്പം തലൂർ BRDയിൽ കാർ സർവീസിന് കൊടുക്കാൻ എത്തിയതായിരുന്നു ജോസഫ്. കാർ സർവീസിന് കൊടുത്ത ശേഷം രണ്ടുപേരും വീട്ടിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ച് കടക്കുന്നതിനിടെ ഡിവൈഡറിലെ കുഴിയിൽ കാൽ കുടുങ്ങി ജോസഫ് റോഡിലേക്ക് വീഴുകയായിരുന്നു. മകന്റെ മുൻപിൽ വെച്ചായിരുന്നു ദാരുണ സംഭവം. ആലപ്പുഴയിൽ നിന്നും ചെന്നൈയിലേക്ക് പോയ കുടുംബം സഞ്ചരിച്ച കാറാണ് ജോസഫിനെ ഇടിച്ചത്. അപകടത്തിൽ തെറിച്ചു വീണ ജോസഫിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ വടക്കാഞ്ചേരിയിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. വടക്കാഞ്ചേരി സ്വദേശി 42 വയസ്സുള്ള സേവിയറാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയാണ് മരിച്ചത്. സേവിയറിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനീഷിനും വെട്ടേറ്റു. സംഭവത്തിൽ നിരവധി കേസുകളിൽ പ്രതിയായ വടക്കാഞ്ചേരി സ്വദേശി വിഷ്ണുവിനായി വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്ന് പുലർച്ചെ 12:30യോടെയായിരുന്നു സംഭവം. വടക്കാഞ്ചേരി സ്വദേശി സേവിയറും സുഹൃത്ത് പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി അനീഷും വടക്കാഞ്ചേരി പഴയ ഗേറ്റിന് സമീപത്തുള്ള വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. മൂവരും സുഹൃത്തുക്കളാണ്. വീട്ടിലേക്ക് എത്തിയ സേവിയറും അനീഷും ചേർന്ന് വിഷ്ണുവിനെ വീടിന് പുറത്തേക്ക് വിളിച്ചിറക്കി. തുടർന്ന് മൂവരും വാക്കുതർക്കമായി. ഇതിനിടെ വിഷ്ണു കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സേവിയറിനെയും അനീഷിനെയും വെട്ടുകയായിരുന്നു. ആക്രമണത്തിൽ സേവിയറിന്റെ നെഞ്ചിലും വയറിലും ഗുരുതര പരിക്കേറ്റു. ഉടൻ ഇരുവരെയും പ്രദേശവാസികൾ ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 7 മണിയോടെ സേവിയർ മരണപ്പെടുകയായിരുന്നു. സേവിയറിന്റെ ഒപ്പമുണ്ടായിരുന്ന അനീഷിന് തലയിലും കഴുത്തിലും കൈയിലും പുറത്തും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരെയും ആക്രമിച്ച വിഷ്ണുവിനായുള്ള അന്വേഷണം വടക്കാഞ്ചേരി പോലീസ് ഊർജിതമാക്കി.
സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 850 രൂപ, പവന് 64,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി. തെയ്യവും കാവടിയാട്ടവും വർണ്ണാഭമായി. ഇരിങ്ങാലക്കുട കല്ലേറ്റുംകരയിലെ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം. പള്ളിയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ച മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആളൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മദ്യലഹരിയിൽ പൊന്നൂക്കരയിൽ 54-കാരനെ ഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്തിയ പ്രതി അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ 38 വയസ്സുള്ള വിഷ്ണുവാണ് അറസ്റ്റിലായത്. പൊന്നൂക്കര സ്വദേശി ചിറ്റേത്തുപറമ്പിൽ 54 വയസ്സുള്ള സുധീഷാണ് കൊല്ലപ്പെട്ടത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.